വെൽക്കം ടു അവർ ചാനൽ. ഹായ് അങ്ങനെ ഹായ് ചിരിച്ചു പറയാം. ഹായ് ചിരിച്ചു പറയേ ചിരിക്കി ഒന്ന് ചിരിച്ചു ഹായ് പറയടാ. ഞങ്ങള് മീന് പൊള്ളിക്കാൻ പോവാണ്. സ്പെഷ്യല് അപ്പൊ ഞങ്ങള് ഇന്നത്തെ മീന് മീന് മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആയി ഓൺലി ട്രൈ ചെയ്യാണ് ഞങ്ങള്. നന്നായി കഴുകി 3 or 4 times കഴുകിയെടുത്തിട്ടുണ്ട്. ഇന്ന് വരട്ട് കഴിഞ്ഞേ. അപ്പൊ നമ്മള് ഇത് ചെറിയൊരു മസാല പുരട്ടി ഫ്രൈ ചെയ്തതിനു ശേഷമാണ് നമ്മളിത് ഓവനിൽ ബേക്ക് വെക്കുന്നത്. വെറുതെ ഫ്രൈ ചെയ്തെടുക്കാനാണേ. വേഗം നമുക്ക് ഗ്രില്ലിന് ബേക്കിന് ഈസി ആയിട്ട് ചെയ്യാനായിട്ട്. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അട്ടിയും കൊണ്ടാണ്. ഇതാ കേട്ടോ, തിടക്കും അടക്കാൻ അറിയാത്തതാണ് ഇവൾക്ക്. തിടക്കും അടക്കം നേരം അടക്കാൻ അറിയില്ല. എടുത്ത് എല്ലാം കൊളാക്കി എല്ലാം കളഞ്ഞ് കണ്ണിലൊക്കെ ആക്കിയല്ലേ. മുളക് പൊടി ഇട്ടു. ഇനി എന്താ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. അതിനുശേഷം കുറച്ച് പെപ്പർ, പെപ്പർ പെപ്പർ മുളക് പൊടി വെളിച്ചെടുക്കും. കുറച്ച് ഉപ്പിടാം. ഓയിൽ കുറച്ചിട്ട് ഈ ഞാന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാനും കുഞ്ഞിയും കൂടി കുളിച്ച് കഴിക്കാൻ കുറച്ച് ടേസ്റ്റ് കട്ട് ചെയ്യുന്നപ്പോ കിട്ടുന്നുള്ള പാടാണ്. AC ഇടുന്നേ കൊണ്ടേ കട്ടത്തിൽ വെച്ചിട്ട് കട്ടിയാ. വെളിച്ചെണ്ണ ഒഴിക്കത്തി. ഭക്ഷണം വെച്ച് കഴിഞ്ഞു. നന്നായി പറ്റി കൊടുക്കാം. അതിനുശേഷം ലൈറ്റായിട്ടൊന്ന് നന്നായി ടാൻ ഫ്രൈ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണ ഓയിലോ ഏതാ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത്? വലിയ കുക്കർ വന്നിക്കണം. നമ്മളൊരു കുക്കാക്കണം. മസാലയൊക്കെ പൊട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. മിനി മസാലയൊക്കെ ഇനി കുറച്ച് വെച്ച് നമ്മൾ ലൈറ്റ് ആയിട്ട് നന്നായി ഫ്രൈ എടുക്കും വെളിച്ചെണ്ണയില്. പിന്നെ കഥകൊക്കെ അറിയാലേ. ഇത് ബേക്ക് ചെയ്യുന്നത് ഞാനാണ്. ഇവിടെ വെറും മസാല മാത്രമേ ഉള്ളൂ. എല്ലാം ഞാൻ കുഞ്ഞിട്ടില്ല. നമ്മൾക്ക് ബേക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യം ചെയ്യാൻ അറിയില്ല. ഞാൻ അങ്ങനത്തെ എല്ലാം ചെയ്യാറ്. ഇതിന് പുറത്തേക്ക് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് കയ്യിൽ മസാല ഇഷ്ടമല്ല. പുറത്തേക്ക് ബാക്കി മെയിൻ ഞാൻ ഇങ്ങനെ മെയിൻ സാധനം ചെയ്യാം പോലെ. അപ്പോഴേക്കും അച്ചുവിന് അരിനെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായി. എന്നിട്ട് അരിനെല്ലിക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് ആളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല റെഡി ആയത് കണ്ടോ? വേണ്ട
ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ ഫ്രൈ ചെയ്യാൻ പറയൂ. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം പറയൂ. എണ്ണ ഒഴിക്കാം. ഒഴിച്ചു കൊടുക്കാം. നമ്മള് ലൈറ്റ് ആയിട്ട് ഫ്രൈ എടുക്കുക അല്ലേ? അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി, നമുക്ക് മീമി ഇടാം കേട്ടാ. ഇനി ഞാൻ മീമി ഇടാണേ. ഒന്ന് അങ്ങോട്ട് തിരിച്ചിടാല്ലേ. ഇടാലോ. ഇനി റെഡി ആയിട്ടില്ലേ? ഇനി ഉണ്ടാക്കുന്ന ആയിട്ടില്ല, കഴിക്കാറായിട്ടില്ല. കുറച്ച് വേദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ട് ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കാന് കുറച്ച് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ട്, ഉണക്കമുളക് ഉണ്ട്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കാൻ പാടില്ല, പൾസിലിട്ട് അടിക്കുക ചെയ്യണം മിക്സിയില്. ഇടാ നമുക്ക് പുളി ഇടാ, വെളുത്തുള്ളി ഇടാ, 2 ഉണ്ട വെളുത്തുള്ളി ഇടണ്ടേ, ഒരു 10 ഉണക്കമുളക്, എരിവ് ഇല്ലാത്ത മുളക് അതുകൊണ്ട് എത്ര ഉണ്ട്, കറിവേപ്പില, പിന്നെ വലിയ ഉള്ളി. എന്തൊക്കെയാ നട്ടത്? തക്കാളി ഇട്ടുണ്ടോ ഇതില്? തക്കാളി ഇട്ടുണ്ടോ? തക്കാളി ഇല്ല, ആപ്പിൾ ഇല്ല, തക്കാളി ഇല്ല. എന്താ ഇടുക? ഇനി എന്താ ഇടുന്ന നോക്കി നോക്കൂ. ഇനി കുറച്ച് മുളക് പൊടി ഇടാ, കളറിന്. റെഡ് ചില്ലി പൗഡർ ആയാലും അതിലെരിവ് ഇട്ടിട്ടുണ്ടാവും. എന്താ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇനി എന്താ ഇനി ഉപ്പിടാം കുറച്ച്. അമ്മതാ അരച്ചു കൊണ്ടുവന്നു. നോക്കി നോക്കൂ, നോക്കി നോക്കൂ. കണ്ടോ ഇങ്ങനെ ചമ്മന്തി പരുവത്തില്. ചമ്മന്തി തന്നെയാണ് സാധനം. ഇത് വെച്ചിട്ടാണ് ഞങ്ങള് മീൻ പൊള്ളിക്കാൻ പോണേ. ചമ്മന്തി പോലെ ഇത് കണ്ട വെച്ചിട്ടാട്ടോ നമ്മള് മീൻ പൊള്ളിക്കാൻ പോണേ. എടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് ആയില്ലേ? എന്താ ചെയ്യുന്നത്? മസാല തേക്കാ. മീൻ വെക്കാം. ആദ്യം കുറച്ച് മസാല ഇതിൽ വെക്കേ. ഈ പോയി പേപ്പറിന്റെ 2 സൈഡിൽ എണ്ണ ചൂടാക്കാൻ അപ്പൊ ഞാൻ വെച്ചോ. ഇതിന് മസാല തേക്കാ. നോക്കൂ. അയ്യോ, അപ്പുറത്തെ സൈഡിൽ കറിവേപ്പില ഇടാൻ മറന്നു. മതി മതി.
ഞാനാക്കട്ടെ. നല്ല കണ്ണീരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഓടിപ്പില്ലേ ഉള്ളിയുടെ എച്ചില് കരിയ അച്ഛനും. മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ 2 തണ്ട് കറിവേപ്പില കൂടി വെച്ചിട്ട് ഈ ഫോയിൽ പേപ്പർ മടക്കിയെടുക്കാം. 2 മീനിലും മസാലയൊക്കെ തേച്ചിട്ട് ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ നല്ലപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് നല്ലപോലെ പൊള്ളിച്ചെടുക്കാം. അടിയിൽ വെക്കണം എന്താ വെച്ചാൽ വേഗം ആവട്ടെ. നല്ല ടെമ്പറേച്ചർ അടിയിൽ വെച്ച് വയ്ക്കും. ആയിണ്ടോ കണ്ണാ? ആയോ? തൊട്ട നല്ല ചൂടിപ്പോയി. തുടങ്ങിട്ടോ കണ്ണാ. ഓവനിൽ വെച്ചിട്ടെല്ലാം റെഡി ആയിട്ട് ഇപ്പം അത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പൊള്ളിച്ചത് മാറ്റിയിട്ട് ഇപ്പൊ തവ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പൊള്ളിച്ചതിന് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതിന് ഉള്ളിച്ചോയ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനെ മാറ്റിയിട്ട് തവ ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പൊള്ളിച്ചത് ഫ്ലോപ്പ് ആയെങ്കിലും ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ എടുത്തിട്ട് തവ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ തവ ഫ്രൈ ചെയ്തപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ മസാല നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പൊള്ളിച്ചപ്പോൾ അത് നന്നായിട്ടില്ല. പക്ഷെ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് അവിടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആ മസാല പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ടൈം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.